യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഈശോ സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിന്റെ വചനം പറയാണ്, സൗഖ്യം വേണോ, ദൈവിക ഇടപെടൽ വേണോ, ദൈവം പ്രാർത്ഥന കേൾക്കണോ, എന്ത് ചെയ്യണം? നാം നീതിമാനായിട്ട് നീതീകരിക്കപ്പെട്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ. നമ്മളെ നീതീകരിക്കാൻ വേണ്ടി കർത്താവ് സ്ഥാപിച്ച കൂദാശ, കുംഭസാരമെന്ന കൂദാശയെ മുന്നിൽ വെച്ചിട്ടാണ് വചനം പറയുക. അതുകൊണ്ടാണല്ലോ ആദ്യം പറഞ്ഞത്, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ കുംഭസാരിച്ചിട്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ഉറപ്പിച്ചു പറയുവാണ്, നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്, ശക്തിയുണ്ട്. അത് തിരിച്ചു നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കുംഭസാരിക്കാതെ വിശുദ്ധീകരിക്കപ്പെടാതെ ആണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഫലവുമില്ല, വലിയ ശക്തിയില്ല. അപ്പം അങ്ങനെയെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ചുള്ള കുംഭസാരത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്കത് സഹായകമാകട്ടെ. മാത്രമല്ല, കുംഭസാരിക്കുമ്പോൾ ഏറ്റുപറയുന്ന പാപം അത് ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവത്തിന് വചനം ഉറപ്പ് നൽകുകയാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, ഫലമുണ്ട്. ദൈവവചനം യാക്കോബ് 5:16, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.